കുത്തുബിയ്യത്ത് ഉറൂസ് ആണ്ട്, അതുപോലെ മുഹിയദ്ദീൻമാല, റിഫായിമാല, ഖുത്റാത്തീവ്, ഇങ്ങനെ തുടങ്ങിയ മുഴുവൻ വസ്തുതകളും മതത്തിൽ പുണ്യമാണ്, നല്ലതാണെന്ന് തന്നെ വിചാരിക്കാം. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് അമലുസ്സാലിഹാത്തിന്റെ ഏടുകളുമായി വരാൻ 2025-26 ആലങ്കോട്ടുകാരെ അള്ളാഹുവിന്റെ പരലോകത്തേക്ക് മുഴുവൻ അമലുസ്സാലിഹാത്തിന്റെ ഏടുകളുമായിട്ട് വരാൻ. ആ അമലുസ്സാലിഹാത്തിൽ എന്തൊക്കെയുള്ള കുത്തുബിയ്യത്തുണ്ട്, ഖുത്റാത്തീവുണ്ട്, മജ്ലിസുന്നൂറുണ്ട്, മഹദറത്തുൽ ബദരിയുണ്ട്, ജീലാനിദനുണ്ട്, നബിദിനുണ്ട്, റിഫായി ആണ്ടുണ്ട്, ജാറത്തിന്റെ ഉറൂസ് ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ കടുവാപ്പള്ളി തിരുപ്പള്ളി നബിദിന പാട്ടിന്റെ ഡാൻസ് ഉണ്ട്. ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇതൊക്കെ ഇട്ട് പറയാ. അല്ല, ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. ഒരു സിനിമ പാട്ട് ഇറങ്ങിയല്ലോ, അപ്പോ പാലാപ്പള്ളി തിരുപ്പള്ളി, ആ പാട്ടിന് പേരടി ഉണ്ടാക്കിയിട്ട് പിന്നെ കടുവാപ്പള്ളി തിരുപ്പള്ളി എന്ന് പറഞ്ഞ നബിദിനത്തിന് പ്ലോട്ടുകൾ ഉണ്ടാക്കിയിട്ട് ചാടിക്കളിച്ച്, ഇതൊക്കെ അമലുസ്സാലിഹാത്താന്ന് വിചാരിക്കുക. ഷർട്ടൂരി വീശുന്നതും പച്ചയില് കുളിച്ച് നിൽക്കുന്നതും ഒക്കെ അമലുസ്സാലിഹാത്ത വിചാരിക്കുക. ഈ അമലുസ്സാലിഹാത്തിന്റെ ഏടൊക്കെ ഇട്ട് പരലോകത്ത് ഇങ്ങനെ നിൽക്കുമ്പോ, മറുഭാഗത്ത് ആലങ്കോട്ടുകാരൊക്കെ ഒരു സൈഡ് നിൽക്കുമ്പോ, മറുഭാഗത്ത് റസൂലുള്ളാഹിന്റെ സഹാബത്തുണ്ട് വിചാരിക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങിയ പ്രഗൽഭരായ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയാ, എന്താ നബിയെ, ആലങ്കോട്ടുകാരുടെ ഏടിലുള്ള ഒരുപാട് പുണ്യകർമ്മങ്ങള് അതെന്താ ഞങ്ങളോട് പഠിപ്പിച്ചു തരാത്തത്? ഈ കുത്തുബിയ്യത്തും മജ്ലിസുന്നൂറും ഹദ്ദാദും റാത്തീബും മൗലൂദും ആണ്ടും ഉറൂസും ചന്ദനക്കുടങ്ങളും നേർച്ചകൾ എന്താ റസൂലേ ഞങ്ങളോട് പറഞ്ഞു തരാതിരുന്നേ? അവർക്ക് മാത്രം പഠിപ്പിച്ചു കൊടുത്ത അമലുസ്സാലിഹാത്തുകള് അത് അബൂബക്കറെ, ഉമറെ നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തോണ്ടാണ്, ആലങ്കോട്ടുകാർക്ക് മനസ്സിലായിട്ടുള്ള മഹത്തായ പുണ്യകർമ്മങ്ങളാണ് എന്ന് പറയുന്ന ഒരു ഗതികേട് അള്ളാഹുവിന്റെ ദീനിനുണ്ടാകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സ്വഹാബത്തിന്റെ ഏഴിൽ എന്തുണ്ടാവുക? അവർക്ക് ഫർദ് ജമാഅത്തുകൾ ഉണ്ടാകും, സുന്നത്തുകൾ ഉണ്ടാകും, സ്വതക്ക ഉണ്ടാകും, റബ്ബിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം ഉണ്ടാകും, ഒറിജിനൽ സ്വലാത്ത് ഉണ്ടാകും, ഒറിജിനൽ ദിക്ർ ഉണ്ടാകും, ഖബർ സിയാറത്ത് ഉണ്ടാകും, രോഗസന്ദർശനങ്ങൾ ഉണ്ടാകും. അങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തു വരാൻ പ്രവാചകൻ ഒരു മരത്തിന്റെ താഴെ തല കുനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ തല കുനിക്കുമെന്ന് പറഞ്ഞ ഇങ്ങനെ പ്രഗൽഭരായ ആളുകളൊക്കെ അവരുടെ ദീന് പോരെ നമുക്ക്. ഇനി എവിടെയാ തകരാറുണ്ടായതെന്നറിയോ? ഈ ദീന് വിട്ട് നമ്മൾ പോയൊരു ട്രാക്ക് ഉണ്ട്, അത് പഠിച്ചാൽ നമുക്ക് ഈ വിഷയം ബോധ്യാണ്. എന്തുകൊണ്ടാണ്? ഇപ്പൊ പ്രവാചകന്റെ കാലഘട്ടങ്ങളിലെ കേരളത്തിലേക്ക് ഇസ്ലാം എത്തി എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അഅലം. പക്ഷേ നവോത്ഥാനപരമായി മറ്റു രാജ്യങ്ങളെ പോലെ, അറബ് രാജ്യങ്ങളെ പോലെ, പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ ഇസ്ലാം കടന്നു വന്ന രാജ്യങ്ങളെ പോലെ ഒരു നവോത്ഥാനം ഇസ്ലാമികപരമായി കേരളത്തിലോ ഇന്ത്യയിലോ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ കേരളത്തിന്റെ ചരിത്രം എവിടെന്നാ രേഖപ്പെടുത്തപ്പെടുന്നത്? ഹിജറ 950 വർഷക്കാരനായ ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ശിഷ്യനായി സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനിയിൽ കടന്നു വരുന്നതാണ്. അവിടെ മുതലാണ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഹ്ഫത്തുൽ മുജാഹിദീനിലാണ് കേരളത്തിന്റെ ചരിത്രം നമ്മൾ വായിക്കപ്പെടുന്നത്. സമകാലികനായി ബോംബെയിൽ നിന്ന് ഷിയ വിശ്വാസിയായ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന മനുഷ്യൻ കൊണ്ടോട്ടിയിലും വന്നു. മുസ്ലിങ്ങളെ 2 തട്ടായി മാറി, കൊണ്ടോട്ടിക്കൈ അതുപോലെ തന്നെ പൊന്നാനിക്കൈ എന്നാണ്. അതിൽ കൊണ്ടോട്ടിക്കാരെ, അവരാണ് ഈ ജാറത്തിന്റെയും ഒക്കെ ആൾക്കാരെ, കൊണ്ടോട്ടിക്കാരാണ്. അവര് മുഹമ്മദ് ഷാൻ ഒരു വലിയ ഇങ്ങനെ കൊണ്ടുവന്നു. മുഹമ്മദ് ഷാ വലിയുള്ള മുരീദന്മാർക്കതാബില്ല. മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയാണ്. ആര് മുരീദായി കൂടിയോ അവർക്ക് അദാബുണ്ടാകൂല. മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയ, മുരീദന്മാർക്ക് അദാബ് ഉണ്ടാവൂല. അപ്പൊ അതിന് മറുപടി പറഞ്ഞ പൊന്നാനിക്കാരെ, മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർക്ക് അദാബുണ്ട്. മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയൊന്നുമല്ല. ആര് മുരീദായി കൂടിയോ അവർക്ക് അല്ലാഹുവിന്റെ അദാബ് ഉണ്ടാകുമെന്നാണ്. പിന്നെ കേരളം കണ്ട ചരിത്രം എന്തെന്നറിയോ? സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലം കഴിഞ്ഞു, മുഹമ്മദ് ഷായുടെ കാലം കഴിഞ്ഞു. രണ്ടും കൂടെ സമ്മിശ്രമായ ഒരു ദീന് കേരളത്തിൽ ഒഴുകാൻ തുടങ്ങി. രണ്ടും കൂടെ ഒരൊറ്റ ദീനായിട്ട് ഒഴുകാൻ തുടങ്ങി. 23 ഷിയ ഗ്രന്ഥങ്ങളാണ് സമസ്ത പോലും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. 23 ഷിയ ഗ്രന്ഥങ്ങളാണ്. അറിഞ്ഞോ അറിയാതെയോ ആ ഷിയ ആചാരങ്ങൾ നമ്മൾ കൊണ്ടുവന്നു. അതിന്റെ അനന്തരഫലമായി പ്രവാചകന്റെ സുന്നത്തുകൾ തകർന്നുപോയി.
തൗഹീദിലെ നോക്കി ഷിർക്കിന്റെ നിർവചനം പോലും സമസ്ത കൊണ്ട് നടക്കുന്നത് ഷിയാക്കളുടെ നിർവചനം. സാക്ഷാൽ ഖുമൈനി തന്റെ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിലെ ഷിർക്കിന് കൊടുത്ത നിർവചനമാണ്. നോക്കി കടന്നു വന്നത് ഷിർക്കിന്റെ നിർവചനം പോലും ഖുമൈനി കശ്ഫുൽ അസ്റാറിൽ കൊടുത്ത. നമ്മുടെ സാധാരണ ഉസ്താദ്മാർ പറയില്ലേ, ഇപ്പൊ മഹാന്മാരോട് തേടിയാൽ കുഴപ്പമൊന്നുമില്ല, അവരെ ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്ന മതി. ഖുമൈനി പറഞ്ഞത് റബ്ബാണെന്ന് വിശ്വസിച്ച് തേടിയാൽ മാത്രമേ ശിർക്ക് വരുള്ളൂ. ഹജറിനോട് ഷജറിനോട് കല്ലിനോട് മരത്തിനോട് തേടിയാൽ പോലും അതൊരു അനാവശ്യ പണി മാത്രമേ ഉള്ളൂ, അല്ലാതെ ശിർക്ക് വരൂല. നിങ്ങളുടെ ഉസ്താദ്മാര് പ്രസംഗിക്കുന്ന കേട്ടിട്ടില്ലേ, മൈക്കയെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ പോലും ശിർക്ക് വരൂല. കാരണം മൈക്ക് അള്ളയാണ് നമ്മൾ വിശ്വസിക്കണില്ല എന്നാണ്. ഇത് സാക്ഷാൽ ഷിയാക്കളുടെ നിർവചനമാണ്. അങ്ങനെ തുടങ്ങി വന്ന ഏതൊക്കെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അറിയാതെ നമ്മൾ ഇന്ന് പിന്തുടർന്നു പോകുന്നത് ഷിയായിസത്തിന്റെ പലതും സമൂഹത്തിലൂടെ കടന്നു വന്നു. അതിൽ നിന്നുള്ള ഇപ്പൊ നോക്കി, ഇത് നമ്മൾ പറയും അങ്ങനൊന്നും ഷിയായിസൊന്നും ഇല്ല എന്നുള്ളതാണ്. ഒരു കാലം നമുക്കിടയിലൂടെ ഈ നേരം മഗ്‌രിബ് സമയത്ത് ഖിബലക്ക് മുന്നിട്ട് നമ്മുടെ ഉമ്മമാര് പാടിയിരുന്ന ഖുർആനൊന്നല്ല നമ്മൾ ഓതിയിരുന്നത്, ഈ പക്ഷിപ്പാട്ട്, കുറത്തിപ്പാട്ട്, മാലപ്പാട്ട്, കുപ്പിപ്പാട്ട്, കപ്പപ്പാട്ട്, ഈ മാലകൾ ഇരുന്ന് ഇങ്ങനെ പാടിയിരുന്നു. നമ്മുടെ അങ്ങനൊക്കെ ഒരു മാല ഉണ്ട് കപ്പപ്പാട്ട്. ശരിക്കും അതിന്റെ പേര് സഫീനത്ത് മാല എന്നാണ്, അഥവാ കപ്പൽ പാട്ട് എന്നാണ്. പിന്നെ അതിനെ അവലോപിച്ച് കപ്പപ്പാട്ട് എന്ന് വിളിച്ചു വന്നു. ഈ സത്യത്തിൽ ഈ കുറത്തിപ്പാട്ടൊക്കെ ഉമ്മമാര് ഖിബലക്ക് മുന്നിട്ട് ചൊല്ലുമ്പോ അതിന് പറഞ്ഞെന്താണ്, കുറത്തി ഞാനും ഒന്നു പെറ്റാൽ 10 പെറ്റാമേനി, ഫാത്തിമ ബി 10 പെറ്റാൽ 1 പെറ്റാമേനി. ഫാത്തിമ ബീവിന്റെ പേരിന്റെ കണക്ക് പറയലാണ്. ഇതായിരുന്നു നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന. ഈ കാലത്തേക്ക് തിരിച്ചു പോകണം എന്ന ഉസ്താദുമാര് പറയണേ. അതുപോലെ തന്നെ ഈ പക്ഷിപ്പാട്ട് പറഞ്ഞ സംഭവമൊക്കെ അക്ബർ സ്വതക്കാന്റെ കഥ ഒരു കാലഘട്ടത്തിൽ അറബി മലയാളത്തില്, പിന്നെ മലയാളത്തില്, പിന്നീട് കാസറ്റുകളിലായി, MP3 കാസറ്റുകളിലായി. ഒരുപക്ഷെ നാട് നീങ്ങി എന്ന് വിചാരിച്ചപ്പോ 2026 ഫെബ്രുവരിയില് വീണ്ടും ഈ സാധനം രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ്. ഇതെന്താണ്? സാക്ഷാൽ വാഴുകളിലും പാതരാവാദുകളിലൊക്കെ ഉസ്താദുമാരെ ഈണത്തിൽ പറഞ്ഞപ്പോ നമ്മളിത് മനസ്സിലാക്കിയിട്ടില്ല ഷിയായിസം എങ്ങനെ വന്നു എന്നുള്ളത്. അള്ളാന്റെ പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ ഒരു പക്ഷി വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പരാതി പറയാ, റസൂലേ, ഞാൻ സുബഹിന്റെ നേരത്ത് ഒരു മുട്ടിട്ടു, ളുഹറിന്റെ നേരത്ത് ഞാനൊരു മുട്ടിട്ടു, പക്ഷെ അസറിന്റെ നേരത്ത് മുട്ടയിടാൻ വേണ്ടി വന്നപ്പോ എന്റെ ആൺപക്ഷി എന്നെ ആട്ടി പുറത്താക്കിയതാണ്. ആ പക്ഷി വഖത്ത് കണക്കാക്കിയിട്ട മുട്ടിട്ടിരുന്നത്. അങ്ങനെ അസറിന് മുട്ടയിടാൻ വേണ്ടി വന്നപ്പോ അതിന്റെ ഭർത്താവാകുന്ന ആൺപക്ഷി ചോദിക്കാൻ, ഈ മുട്ട ഹലാലാണോ അതല്ല ഹറാമാണോ? അതായത് എന്റെ തന്നെ മുട്ടയാണോ എന്ന് ചോദിച്ചു, പുറത്താക്കിയെന്നാണ്. അതാണ് സുബഹിന്റെ നേരത്തോരു മുട്ടായിട്ടു ഞാൻ, ളുഹറിന്റെ നേരത്തും മുട്ടായും ഇട്ടു ഞാൻ, മേൽമാസാറിനായി കോട്ടിൽ ഞാൻ ചെല്ലുമ്പോ എന്റെ ഈണപ്പക്ഷി ആട്ടി പുറത്താക്കി. എന്റെ ഈണപ്പക്ഷി ചോദിക്കും എന്നോട്, ഇട്ടുള്ള മുട്ട ഹലാലോ ഹറാമോന്ന്. നബിയെ, സുബഹിന്റെ നേരത്ത് ഞാനൊരു മുട്ടയിട്ടു, ളുഹറിന്റെ നേരത്തും ഞാനൊരു മുട്ടയിട്ടു, അസറിന്റെ നേരത്ത് മുട്ടയിടാൻ വേണ്ടി ഞാൻ എന്റെ കൂട്ടിലേക്ക് കടന്നു വന്നപ്പോ 40 കൊല്ലക്കാലം എന്നോട് കൂടെ ഇണങ്ങി പുറത്തിരുന്ന അക്ബർ സ്വതക്ക എന്ന് പറയുന്ന ആൺപക്ഷി അവൻ എന്നെ ആട്ടിപ്പുറത്താക്കി. നബിയേ, അവൻ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ ഇട്ടുള്ള മുട്ട ഹലാലാണോ അതോ ഹറാമാണോ? അള്ളാന്റെ ഹബീബ് തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുന്ന അക്ബർ സ്വതക്ക എന്ന് പറയുന്ന ആൺപക്ഷിയുടെ അടുക്കലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുന്നുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, അക്ബർ സ്വതക്ക, നിന്നെ മക്കത്തെ റസൂൽ വിളിക്കുന്നു എന്നാ. ആ പക്ഷി പറയുന്നുണ്ട്, നീ പറയുന്ന പ്രവാചകനെ ഞാൻ അറിയില്ല, മര്യാദക്ക് തിരിച്ചു പൊക്കോ. അടുത്തതായി കടന്നു പോകുന്നത് ആരാണെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ്.
ഉമർ റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, അക്ബർ സദഖ, നിന്നെ മക്കത്തെ റസൂല് വിളിക്കുന്നു എന്ന് പറയുമ്പോ ആ പക്ഷി പറയാണ്, നീ പറയുന്ന പ്രവാചകനെ ഞാൻ അറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ മരപ്പത്തിൽ നിന്ന് ചെഞ്ചുണ്ട് പുറത്തിട്ടുകൊണ്ട് അക്ബർ സദഖ പറഞ്ഞു, പത്രേ, നീ ഒക്കാലാ ചന്തയിൽ ഖാലിദിനോട് തോറ്റ ഉമൈറല്ലടാ, നീയാണോ എന്നെ വിളിക്കാൻ വന്നിരിക്കുന്നത്? അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനെങ്ങാനും തിരിച്ചു പോയാ ഇനി അടുത്തതായി കടന്നു വരുന്നത് ആരാണെന്നറിയോ? റസൂലുള്ളാഹിന്റെ മരുമകനാകുന്ന അലിയ. ഒരു വ്യാഴവട്ടക്കാലം മുഴുവനും പാതിരാവാദകളിലൂടെ ഇത് പറഞ്ഞിട്ട്, ഖാതീലുൽ കുഫാരീന ളാരിബുനുകൻ കസുറൻ കസുറ അലി ഹൈദർ അസദുല്ലാഹി അൻഹു റളിയല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനാകുന്ന അലിയാണ്. അലിയെങ്ങാനും കടന്നു വന്ന അലിന്റെ ദുൽഫുഖാർ എന്ന് പറയുന്ന വാളിന് മേല് നിന്റെ തല അവിടെ ചിഹ്നിച്ചെതിറുമെന്ന് പറഞ്ഞപ്പോ ആ പക്ഷി പറഞ്ഞു, പത്രേ, മക്കത്തെ അലിയോട് പറയല്ലേ, മക്കത്തെ അലിയോട് പറയല്ലേ. മക്കത്തെ റസൂലുള്ളാഹിനെ അറിയില്ല, മക്കത്തെ അലിയെ അറിയാം. ശ്രദ്ധിക്കണേ, മക്കത്തെ റസൂലിനെ അറിയില്ല, മക്കത്തെ അലിയെ അറിയാം. മക്കത്തെ അബൂബക്കറിനെ അറിയില്ല, മക്കത്തെ അലി അറിയാം. മക്കത്തെ ഉമറിനെ അറിയില്ല, മക്കത്തെ അലി അറിയാം. ഇതാരുണ്ടാക്കിയതാ? ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. ഇത് നമ്മുടെ വീടുകളിലൊക്കെ പാടി നടന്നില്ലേ? ഇന്നും നബാത്തിയ ഖുത്ബ ഓതുന്ന പള്ളി മിമ്പറിലെ വെള്ളിയാഴ്ച 4 ഖുലഫാഉർ റാഷിദുകളുടെ പേര് പറയുമ്പോ വഅൻ അമീരുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ്, വഅൻ അമീരുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ്, വഅൻ അമീരുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അതുപോലെ അലി റളിയല്ലാഹു അൻഹു പറയില്ല. അതെന്താ? നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച പള്ളി പോകുമ്പോ കേട്ട് നോക്കിയിട്ട് നമ്മുടെ ഉസ്താദുമാർക്കിടയിൽ ഷിയായിസങ്ങൾ ഇങ്ങനെ കടന്നു വരുന്നുണ്ടോന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. പ്രിയമുള്ളവരെ, അവർ പഠിപ്പിച്ച പലതും നക്സകള്, ഖബറാരാധനകള്, കുച്ചറാത്തീവ്, ഇതൊക്കെ ഷിയായിസാൻ. മുഹറം 10 കർബലയുമായി ബന്ധപ്പെട്ട് ഷിയാക്കൾ ഉണ്ടാക്കിയതാണ് നക്സ് എന്ന് പറയുന്ന ദുഷഗുണം. നമ്മുടെ നാട്ടിൽ ഒരാൾ ഗൾഫ് പോകാനുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് ഉസ്താദിന്റെ അടുത്ത് പോയി ചോദിക്കും, ഉസ്താദേ, ഉസ്താദ് ഇങ്ങനെ കലണ്ടർ നോക്കിയിട്ട് പറയും, അന്ന് പറ്റൂല, ഇന്ന് കുട്ടികൾക്ക് ബോധം വന്നു, ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ റേറ്റ് നോക്കുക, ഏത് ദിവസം നല്ലത്. അല്ലാതെ മൊയിലേർ ഇങ്ങനെ നോക്കിയിട്ട് പറയും അന്ന് പറ്റൂല, അന്ന് നെക്സാണ്. കല്യാണം നിശ്ചയിക്കണം വരെ ആ നിശ്ചയ പന്തലില് മൊയിലേർ കലണ്ടർ നോക്കിയിട്ട് പറയും അന്ന് പറ്റൂല, നെക്സാണ്. നമ്മളിന്ന് ഇവിടെ കാണിക്കാത്തോണ്ടാണ്. സഫർ മാസത്തിന്റെ എല്ലാ അവസാനത്തെ ബുധനും പോക്കാന്നാണ്. റമദാനിൽ വരെ 4 നെക്സ്, അവസാനത്തെ 10 നെക്സ്. അവസാനത്തെ 10 അല്ലാഹു സത്യം ചെയ്ത 10 ദിനരാത്രങ്ങളെ നെഹ്സാണ്, ദുശഗുണമാണ്. ഇബ്നു ഹജറുൽ ഹൈതമി ഫത്താവൽ ഹദീസിയയിൽ പറയാ, വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ് ലാ മിൻ ഹുദൽ മുസ്ലിമീനൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഇഹിം. തങ്ങളുടെ സട്ടാവിൽ ബരമേൽപ്പിക്കുന്ന മുഅ്മിനീങ്ങളുടെ പാതയല്ല, അത് യഹൂദികളുടെ ചര്യയാണെന്നാണ്. ആ ഒരു നിശ്ചയത്തിന്റെ കല്യാണത്തിന്റെ നിശ്ചയത്തിൽ ഒരു ഡേറ്റ് ചെക്കന്റെ വീട്ടുകാർ പറഞ്ഞപ്പോ മൊയിലേര് പറഞ്ഞ നടക്കൂല എന്ന നെക്സാണ്. പെണ്ണിന്റെ വീട്ടുകാർ ഒരു ദിവസം പറഞ്ഞപ്പോ അപ്പോഴും മൊയിലേര് പറഞ്ഞ നടക്കൂല, നെക്സാൻ. 3ാമത്തെ ഡേറ്റ് പറഞ്ഞപ്പോഴും പറഞ്ഞു നെക്സാണ്. അപ്പോ ആ പയ്യന്റെ അമ്മാവൻ ഒരു അടക്ക ബിസിനസ്സുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, മൊയിലേര് ആ കലണ്ടറിൽ സുബയില്ലാത്ത ദിവസം ഉണ്ടെന്ന് നോക്കിയും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ നെക്സും ദുഷഗുനും പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂതന്മാർ എന്താ ദുഷഗുനം എന്ന് പറയാ? സൂറത്ത് യാസീൻ ഓതി പഠിക്കണവരെ നമ്മള്. അതിലൊരു നാട്ടിലേക്ക് പ്രബോധനത്തിന് വേണ്ടി കടന്നു വന്ന നബിമാരോട് ആ ജനതയിലെ കാഫിരീങ്ങൾ പറഞ്ഞ വാക്കാണ്, നിങ്ങളൊരു ദുഷഗുണമാണ്, നിങ്ങളൊരു ദുഷഗുണമാണ്. അവിടെ നബിമാര് തിരിച്ചു പറഞ്ഞു, ഖാലൂ ത്വാഇറുക്കും മഅക്കും, നിങ്ങൾ പറയുന്ന ദുഷഗുണം നിങ്ങളുടെ കൂടെ തന്നെയാണ്, അല്ലാതെ അള്ളാന്റെ ദീനിൽ എവിടെയാ നെക്സിന്റെ കാര്യം പറഞ്ഞില്ല. എന്നിട്ട് മുഹറം മാസം നെക്സ്, കല്യാണം നടക്കൂല. അത് കഴിഞ്ഞിട്ട് പിന്നെ കുച്ചറാത്തീബാണ് അല്ലേ, ശരീരം നോവിക്കുന്നത്. നമ്മളുടെ ഉസ്താദുമാരിങ്ങനെ റിഫായി റാത്തീബ് ചൊല്ലിയിട്ടാണ്, അത് കഴിഞ്ഞ് മങ്കുസ് മൗലിദും റിഫായി റാത്തീബും ചൊല്ലിയിട്ട് ഇങ്ങനെ കുത്തുക. നിങ്ങളൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയുധമെടുത്ത് ശരീരത്തിൽ കുത്തുന്ന, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനി പോട്ടെ, ഇനി സഹാബത്തിനെ വിടുക,
റസൂലുള്ളാഹിനെ വിടുക. മതത്തിൽ അത്രമാത്രം പുണ്യമുള്ള കാര്യമാണെങ്കിൽ നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബുമാരോട് പറ, ളുഹർ കഴിഞ്ഞിട്ടൊരു 3 കുത്ത്, അസ്ർ കഴിഞ്ഞിട്ടൊരു 4 കുത്ത്. ഈ കുത്താൻ നടക്കണോരോ ഇൽമ പഠിച്ചോരോ പണ്ഡിതന്മാരോ ഉസ്താദുമാരോ ഷെയ്ഖുമാരോ ഒന്നും ആവില്ല. അത് കുറച്ച് വെള്ളടിച്ച് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ ഞാൻ അഡ്രസ് സഹിതം തരാൻ എനിക്ക് കഴിയും എന്നുള്ളത് നിങ്ങളോട് പറയാൻ. കാരണം പണ്ടൊക്കെ ഈ വെട്ടുകാട് മജീദ് എന്ന് പറഞ്ഞിട്ട് ലൈവ് റെക്കോർഡിംഗ് ഉള്ളതാണ്. ആ ബോധ്യത്തിൽ ഞങ്ങളോട് പറയണേ. വെട്ടുകാട് മജീദ് എന്ന് പറഞ്ഞിട്ടൊരു കുത്തറാത്തീബ് ടീമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പള്ളിയിലെ മുഅദ്ദിനാണ്. അതിൻ്റെ അറബന കൊട്ടാനൊക്കെ പോവുക. ഞങ്ങളൊക്കെ ആ നാട്ടിലെ പള്ളിയിൽ ഇങ്ങനെ ദർസ് പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ആലോചിച്ചൊക്കെ ഇവരിങ്ങനെ ഈ കുത്താൻ പോണതിൽ മിക്ക ആൾക്കാരും വെള്ളടിക്കുന്ന ആളുകളാണ്. ഇന്നും കണ്ണൂര് സെൻട്രൽ ജയിലിലൊരു കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയൊരു മനുഷ്യനുണ്ട്. ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിലാണ്. അദ്ദേഹത്തിൻ്റെ പണി ലോട്ടറി കച്ചവടമാണ്. അദ്ദേഹം ലോട്ടറി കച്ചവടമാണ്. ഫുൾ ടൈം വെള്ളത്തിലാണ്. കുത്തറാത്തീബുള്ള ദിവസം കുത്താൻ പോകും. നിങ്ങളാലോചിച്ചൊക്കെ ചവിട്ടിട്ടാൽ പോലും പടിഞ്ഞാറോട്ട് സുജൂദിൽ വീഴാത്ത മനുഷ്യനാണ്. ഇവരുടെ ഒക്കെ മുറി കൂട്ടി കൊടുക്കലാണോ മൊയ്തി ഷെഹിൻ്റെ റിഫായി ഷെഹിൻ്റെ ഒക്കെ പണി? നിങ്ങൾ ആലോചിച്ച് നോക്കേ. ഇനി അത് മാത്രമല്ല, ഇപ്പൊ കുത്തി എവിടേക്കെത്തിയെന്നറിയാം. പണ്ട് റിഫായ് റാത്തീബില് ആ റാത്തീബിന്റെ വരികൾ ചൊല്ലിയിട്ട് ഇപ്പൊ പുതിയ കുത്തറാത്തീബൊക്കെ മാറി. യാ ജിബ്രീലു യാ മീകായിൽ യാ ഇസ്റാഫീൽ യാ അസ്റായീൽ, ജിബ്രീലേ മീകായിലേ ഇസ്റാഫീലേ അസ്റായീലേ. നിങ്ങളുടെ ദക്ഷിണ കേരളയുടെ മദ്രസ പാഠപുസ്തകത്തിലെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ പേര് അസ്റായീൽ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാന്റെ ഖുർആനിൽ മലക്കുൽ മൗത്ത് എന്നാ പറയണേ. ഈ അസ്റായീലിനെ വിളിച്ച് കുത്തിയാലേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ റൂഹും പിടിച്ചുകൊണ്ട് പോവില്ലേ? അഥവാ മൂപ്പർക്ക് വരാൻ കഴിഞ്ഞാൽ, നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞാൽ മൂപ്പരുടെ ഡ്യൂട്ടി എന്താ? നിങ്ങളെ രക്ഷപ്പെടുത്തലല്ല, റൂഹ് പിടിച്ചുകൊണ്ടോ വരാൻ. ഈ വക മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചത് കാര്യം കിട്ടിയതാ, ഷിയാക്കളിൽ നിന്ന് കിട്ടിയതാണ്. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ജാറമെന്ന് പറയുന്നത് ഒരു മഹാന്റെ ഖബറിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തില് ആദ്യമായി പടുത്തത് ആരുടേതെന്നറിയുമോ? ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ ജാറമാണ്. ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ അർത്ഥം മുജാഹിദുകൾ ഖബർ സിയാറത്ത് ചെയ്യണ്ട എന്ന് പറഞ്ഞു എന്നല്ല. യഥാർത്ഥമായ സുന്നത്ത് ഖബർ സിയാറത്ത് മതത്തിൽ ഉള്ളതാണ്. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലയോ, ഇന്നി ഖദ് നഹീതുകും അൻ സിയാറത്തിൽ ഖുബൂർ അലാ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. ഇന്ന് ഇവരെ ഖബർ സിയാറത്ത് ചെയ്യണ്ട എന്ന് ഞാൻ നിങ്ങളോട് വിരോധിച്ചിരുന്നു. ഇനി നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോ. പരലോകത്തെ കുറിച്ച് ഓർമ്മയുണ്ടാക്കാനാണ്. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത, മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടാക്കാനാ. ഇസ്ലാമിന്റെ പണ്ഡിത ലോകം ഖബർ സിയാറത്തിന്റെ ലക്ഷ്യങ്ങളെ എണ്ണി പറഞ്ഞപ്പോ വയരിക്കുൽ കൽബ, നിങ്ങളുടെ ഹൃദയത്തിന് ലോലതി ഉണ്ടാക്കാനാ. ഫഇന്നഹാ തസ്ഹദു ഫി ദുനിയാ, ദുനിയാവിനോട് വിരക്തി ഉണ്ടാക്കാനാണ് ഖബർ സിയാറത്ത് എന്ന. വതുദ്മിഉൽ ഐന, നിങ്ങളുടെ കണ്ണുകളെ ഈർന്നണിയിപ്പിക്കാനാ. പ്രിയമുള്ളവരെ, ഖബർസ്ഥാനിലൂടെ കടന്നു ചെന്നോ, അവിടെ പോയി സലാം പറഞ്ഞോ. ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്തോ. അതല്ലാത്ത രൂപം വഴികേടാണെന്ന് പറഞ്ഞതാരാണ്? ഷാഫി മദ്ഹബിലെ ആധികാരിക പണ്ഡിതനുണ്ട്, ഇമാം മഖ്രീസി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ തജ്രീദു തൗഹീദുൽ മഖ്രീസി എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, വന്നാസു ഫീ ഹാദൽ ബാബി സലാസതു അഖ്സാം. ഈ വിഷയത്തില് 3 വിഭാഗം ആളുകളെ, സലാസതു അഖ്വാം, 3 വിഭാഗം ആളുകളെ കാണാൻ സാധിക്കുമെന്നാണ് ഖബർ സിയാറത്തിന്റെ. അദ്ദേഹം പറഞ്ഞു, ഖബർ സിയാറത്താണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്നിൽ പറഞ്ഞു, ചില ആളുകൾ ഖബറുകളെ സന്ദർശിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അതാണ് ശർഈയായ സിയാറത്ത് എന്ന് ഇമാം മഖ്രീസി റഹിമഹുല്ലാഹ് ഇവിടെ സലഫികൾ ചെയ്യുന്ന, മുജാഹിദുകൾ ചെയ്യുന്ന ഖബർ സിയാറത്ത് ചെയ്ത് അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യലാണ്. എന്നാൽ പണ്ഡിതന്മാര് പറയാണ്, വഖൗമുൻ യസൂറൂനഹും, ചില ആളുകൾ അവരെ സന്ദർശിക്കുന്നുണ്ട്.
വയദഊന ബിഹിം, അവരെ കൊണ്ട് ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. ശിർക്കിൻ അവിടുന്ന് ഹറാമിന്റെ മേഖലകളെ പറഞ്ഞു. വഖൗമുൻ യസൂറൂനഹും, ചില ആളുകള് ആ ഖബറുകളെ പോയി സന്ദർശിക്കുന്നുണ്ട്. വയദഊന അൻഫുസഹും, ആ ഖബറാളിയോട് നേർക്ക് നേരെ ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. രോഗം മാറ്റി തരണേ, വന്നത് കാണുന്നില്ലേ, വിവാഹമൊക്കെ ശരിയാക്കി തരണേ എന്ന് ഖബറാളിയോട് നേർക്ക് നേരെ ദുആ ചെയ്യുന്നവരോട് ഇമാം മക്രിസി പറയാണ്, ഫഹൗലാഇ ഹുമുൽ മുശ്രികൂന ഫിർ റുബൂബിയ്യ, അവർ അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിൽ വരെ പങ്കുചേർത്ത മുശ്രിക്കീങ്ങളാ. അപ്പൊ ഇസ്ലാം പറഞ്ഞു ഖബർ സിയാറത്ത് ചെയ്തു, പക്ഷേ ഉയർത്താനുള്ള അധികാരമില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസാണ്, സ്വഹീഹ് മുസ്ലിം ആണ്, 970 നമ്പർ ഹദീസാണ്. നഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് വിരോധിച്ചിട്ടുണ്ട്. അയ്യുജസ്സൽ ഖബർ വ അയ്യഖൂദ അലൈഹി, ഖബറിന്റെ മേലെ എടുപ്പുണ്ടാക്കുന്നതിന്, അതിന്റെ മേലെ ഇരിക്കുന്നതിന് അല്ലാഹുവിന്റെ ഹബീബ് വിരോധിച്ചിട്ടുണ്ട് എന്നാണ്. തൊട്ടു മുമ്പത്തെ ഹദീസില്ലയോ 969 നമ്പർ ഹദീസിലോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജ് അൽ അസദിയോട് പറയുന്ന നിർദ്ദേശമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമുണ്ട്. അബുൽ ഹയ്യാജേ, നിന്നെയും ഞാൻ ഏൽപ്പിച്ചു പോവുകയാണ്. അല്ലാ തദഅ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതാ, ഉയർച്ചയുള്ളതായ ഖബറുകള് നിരത്തിയിട്ടില്ലാതെ വിട്ടേച്ചു പോകില്ലേ. പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ പറയുന്നതെന്നറിയോ, ഇന്ന് ചില ആൾക്കാർ പറയും മദീനയിലും മക്കയിലൊന്നും ജാറൊന്നും അങ്ങനെ കാണാനില്ലല്ലോ, നമ്മുടെ നാട്ടിലല്ലേ ഉള്ളൂ ഈ കടുവാപ്പള്ളിയും അപ്പുറത്തെ ഉമ്മിച്ചയും ഒക്കെ നമ്മുടെ നാട്ടിലല്ലേ ഉള്ളൂ, അവിടെ പോയി എങ്ങനെ കാണില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചതിന് മറുപടി പറയുന്നതെന്നറിയോ, റസൂലുള്ളാഹിന്റെ കാലത്ത് നിറയെ ജാറൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ ഷെയ്ഖ് ഇബ്നു അബ്ദുൽ വഹാബ് വന്നിട്ടൊക്കെ തകർത്ത് കളഞ്ഞതാൻ. പണ്ടേ ജാറുണ്ടായിരുന്നു എന്നാണ് പറയാ. സത്യത്തിൽ നിങ്ങൾക്കറിയോ, ഷാഫി ഇമാമിന്റെ കിതാബുൽ ഉമ്മ, അതിന്റെ 1-ാം വോള്യം 424 പേജ്, ഷാഫി ഇമാമ പറയാ ഖബർ ഉയർത്താൻ പാടില്ല എന്ന് വിശദീകരിച്ചിട്ട് പറയുന്ന ഭാഗം നോക്കി. വഉഹിബ്ബു അല്ലാ യബ്നീഹി വലാ യുജസ്സസ, അതിന്റെ മേലെ എടുപ്പുണ്ടാക്കലും സിമന്റ് ഇടപെടാതിരിക്കലുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഫഇന്നഹു യശ്വഹു സീനത ബിൽ ഖൈലാ, അത് ആഡംബരത്തോടും അലങ്കാരത്തോടും സാദൃശ്യമാകുന്നതാണ്. വലൈസൽ മൗതു മൗളിഉ വാഹിദും മിൻഹുമാ, മരണമെന്ന് പറഞ്ഞ അതിനു പറ്റിയതായ സന്ദർഭമല്ല, അതിനു പറ്റിയതായ സന്ദർഭമല്ല. എന്നിട്ട് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ശൈഖ് ഇബ്നു അബ്ദുൽ വഹാബിന് മുമ്പ് മദീനയിലൂടെ കടന്നുവന്ന് ഷാഫി ഇമാം പറയാണ്, വലം അറാ ഖുബൂറൽ മുഹാജിരീന വൽ അൻസാർ മുജസ്സസാ, മുഹാജിറുകളുടെയോ അൻസാറുകളുടെയോ ഖബറുകൾ ഇടുപ്പുണ്ടാക്കപ്പെട്ടതായി, സിമന്റ് ഇടപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ല. ഷാഫി ഇമാം പറയണേ, ഒരു മുഹാജിറിന്റെയോ അൻസാറിന്റെയോ ഖബറ് എടുപ്പുണ്ടാക്കപ്പെട്ടതായി, സിമന്റ് ഇടപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഇനി സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടെ പറയാം. ഇന്ന് ഇത്രയും വൈദ്യുതിയുള്ള കാലഘട്ടങ്ങളിൽ നിലവിളക്കിന് കൊടുത്തു വെക്കുന്നവർ, അഗ്നി ആരാധനയുടെ ചിഹ്നമായി നിലവിളക്ക് എന്തിനാ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ് ഇബ്നു ഹജറുൽ ഹൈതമി അസ്സബാദന നിക്തിറാഫിൽ കബായിർ എന്ന് പറയുന്ന കിതാബില് ويجب إزالة كل كنديل أو سراج على قبر ولا يصح وقفه ونذره, ഖബറിന്റെ മേലെയുള്ള വിളക്കുകളാണോ നിലവിളക്കുകളാണോ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. വഖഫ് ചെയ്യലോ നേർച്ചയാക്കലോ സ്വഹീഹല്ലെന്ന്. ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നു. ഈ മഹാന്മാരെ ഇങ്ങനെ ആരാധിക്കാൻ ആരാ പഠിപ്പിച്ചപ്പോ നമ്മൾ പറയുന്നതെന്നറിയോ, കണ്ടോ മഹാന്മാരെയാണ് ഈ കുറ്റം പറയുന്നെന്ന്. അള്ളാന്റെ ഔലിയാക്കളെ നമ്മൾ പറയില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളെ മോശക്കാരായി ചിത്രീകരിച്ചത് സമസ്തന്റെ പണിയാണ്. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾ എന്താ പറഞ്ഞത്, ഔലിയാക്കളുണ്ട്, അവർക്ക് സ്ഥാനമുണ്ട്, അവർക്ക് മഹത്വമുണ്ട്. പക്ഷേ അവര് പോലും പറയാത്തത് അവരുടെ മേലെ പറയുമ്പോ നിസ്കരിക്കാത്തവൻ വലിയ എന്ന് പറയും. ഇതൊക്കെ ആര് പഠിപ്പിക്കാൻ? അവസാനം വലിയ അള്ളയാണെന്ന് പറയാം. ഇതൊക്കെ എവിടുന്ന് കിട്ടിയതാണ്? ഈ ഷിയാക്കളിൽ നിന്ന് കടന്നു വന്ന് സൂഫികൾ പഠിപ്പിച്ച് അത് നമ്മൾ അറിയാതെ അങ്ങനെ ഏറ്റെടുക്കാൻ.
ഇതിന്റെ വഴി റൂട്ട് പോയത് എവിടെന്നറിയോ നിങ്ങൾക്ക്? ഇവരോട് ഔലിയാക്കള് അള്ളാഹ്ക്കും മേലെ ഇടപെടാൻ കഴിയുന്ന സാധാരണക്കാരനോട് പറഞ്ഞു കൊടുത്തു. ഔലിയാക്കളെ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ പാടുന്ന മാലില്ലേ, മര്യാദയുള്ള സീരിക്കോരോ കുട്ടിയെ മന്നാനെ നൽക നീ എന്ന് മോഴിന്തോവർ, മറുപടി ലൗഹില്ലാവർക്കില്ല പിള്ളകൾ, മുറുക്കുന്നോ 2 കൊടുക്ക നീ ദയ്യാനേ, കൊടുക്കാൻ എളുപ്പത്തിയില്ലെങ്കിൽ 3 കൊടുക്കേണമങ്ങിനെ 7ഓളം പിണ്ടോവർ, 8 വീടും മുമ്പായിരയവൻ, എങ്കി ഞാൻ 7 കൊടുക്കാമതെന്നോവർ. ഇങ്ങനെ ഈണത്തിപ്പാടി ആൾക്കാർ അന്ധവിശ്വാസത്തെ കൊണ്ടുപോവുക. എന്താണെന്നറിയോ? മൊയ്തീൻ ഷേഖിന്റെ ഒരു മുരീദ് വന്നിട്ട് പറഞ്ഞു, ഷേഖേ എനിക്ക് കുട്ടിയില്ല. ഉടനെ തന്നെ ഷേഖ് അള്ളാനോട് പറയുന്നുണ്ടല്ലോ, എന്റെ മുരീദന് സന്താനത്തെ കൊടുക്കല്ലാ. അല്ല പറഞ്ഞു, നിന്റെ മുരീദന് ലൗഹുൽ മഹ്ഫൂദിലെ സന്താനമില്ല. എന്താണ് ലൗഹുൽ മഹ്ഫൂദ് എന്നറിയോ? ലോകത്ത് അല്ലാഹു ആദ്യമായി പടച്ചത് ലൗഹിലെ കലമാണ്. ആ പേനയോട് എന്തെന്ന് എഴുതി വെക്കാൻ പറഞ്ഞോ, അതേ ലോകത്തിലൂടെ നടക്കൂ എന്നുണ്ടെങ്കിലോ ഇമാം ബൈഹഖിയുടെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അഥവാ അല്ലാഹു ഒരാൾക്ക് ലൗഹുൽ മഹ്ഫൂദിലെ സന്താനമില്ല എന്ന് വിധിച്ചാൽ ആ മനുഷ്യന് സന്താനമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ശൈഖ് പറയാ, അല്ലാഹുവിനോട് 1 കൊടുക്കാൻ പറ്റൂലെന്നോ? എങ്കിൽ 2 കൊടുക്കല്ലോ. അല്ല പറഞ്ഞു 2 പറ്റൂല, എങ്കിൽ 3 കൊടുക്കല്ലോ. അല്ല പറഞ്ഞു 3 പറ്റൂല, എങ്കിൽ 4 കൊടുക്കല്ലോ. പറഞ്ഞ് 7 വരെ എത്തിയപ്പോ 8 വീടും മുമ്പായിറയവൻ, എങ്കി ഞാൻ 7 കൊടുക്കാമതെന്നോവർ. 8 എന്ന് പറയോന്ന് പേടിച്ചിട്ടല്ല പറയാണ്, എങ്കിൽ ഞാൻ 7 കൊടുത്തോളാ, എങ്കിൽ ഞാൻ 7 കൊടുത്തോളാ. ഇത് കേൾക്കുന്ന ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ കിട്ടുന്ന അറിവെന്താണ്? അള്ളാഹു തരൂല എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ വിധിച്ചു. ഇനി കാര്യമില്ലല്ലോ, അല്ല തരൂല എന്ന് ഉറപ്പായിട്ടുണ്ട്. അല്ല തരൂല എന്ന് ലൗഹുൽ മഹ്ഫൂദിൽ വിധിച്ചത് പോലും ആര് വാങ്ങിച്ചു തരും? മൊയ്തീൻ ഷേഖ് വാങ്ങിച്ചു തരും. അത് ഒറിജിനൽ ഷേഖ് അല്ല കേട്ടോ. ഒറിജിനൽ ഷേഖ് അത് പറഞ്ഞിട്ടില്ല. നമ്മുടെ വയനാട്ടിലെ കാളിത്തള്ള പച്ചക്കുതിരക്ക് മേലെ പച്ച ഡ്രസ് ഇട്ട് കണ്ടു എന്ന് പറഞ്ഞ ഷേഖല്ലേ, അങ്ങനത്തെ കഥകളിലെ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്ന് പുറത്തേക്ക് ചാടിയിട്ട് പിന്നെ ഉമ്മാന്റെ മുന്നിൽ ഫക്കീറിന്റെ കോലത്തിൽ വന്ന് വത്തക്ക ചോദിച്ചു നിങ്ങൾ എഴുതി വെച്ച ആ ഷെയ്ഖില്ലേ, ആ ഷെയ്ഖാണ് ഈ കഥകളൊക്കെ പറഞ്ഞത്. ദീനുൽ ഇസ്ലാം മനുഷ്യരൂപത്തിൽ വന്നിട്ട് ആ ദീനുൽ ഇസ്ലാമിനെ തഴുകിത്തലോട് ജീവൻ വെപ്പിച്ചിട്ട് മുഹിയുദ്ദീൻ എന്ന പേര് കിട്ടിയെന്ന് സമസ്തയുടെ മുഹിയുദ്ദീൻ മാല വ്യാഖ്യാനം 26ാമത്തെ വരി മുസ്തഫൽ ഫൈസി എഴുതി വെച്ച ദീനുൽ ഇസ്ലാം മനുഷ്യരൂപം പ്രാപിക്കുമെന്ന് നിങ്ങൾ വിശദീകരിച്ച ആ ഷെയ്ഖ് അല്ലാട്ടത്. ആ ഷെയ്ഖിന്റെ പേരിലാണ് ഈ കഥകളൊക്കെ പറഞ്ഞേ. ഒറിജിനൽ ഷെയ്ഖ് ഉണ്ട് ഇറാഖിന്റെ ബാഗ്ദാദിന്റെ നിസാമിയ യൂണിവേഴ്സിറ്റിയില് അല്ലാമ യൂസുഫ് ഇബ്നു അയ്യൂബ് അൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ കീഴില് ഖുർആനിലും ഹദീസിലും അറബി ഭാഷയിലും പ്രാവീണ്യം നേടി ജനങ്ങളിൽ കബലകളിൽ ഇൽമിന്റെ പ്രഘോഷണങ്ങൾ, തൗഹീദിന്റെ പ്രഘോഷണങ്ങൾ നടത്തി 52ാമത്തെ വയസ്സിൽ കാസ്പിയൻ കടൽ തീരത്തുള്ള കൈലാൻ എന്ന് പറയുന്ന ജന്മനാട്ടിലേക്ക് തിരിച്ചു വന്ന പണ്ഡിത കുലപതിയുണ്ട്, സാക്ഷാൽ അബ്ദുൽ ഖാദർ ജീലാനി. ആളിത് പറയില്ല, ഇത് മാലക്കാരന്റെ ഷെയ്ഖാണ്. മാലക്കാരന്റെ ഷെയ്ഖ് അല്ല തരൂല എന്ന് പറഞ്ഞത് ആര് വാങ്ങിത്തു കൊടുത്തു? ഷെയ്ഖ് വാങ്ങിക്കൊടുത്തു. സാധാരണക്കാർ അല്ലാനെ വിട്ടു, പടപ്പേള പിടിക്കാൻ തുടങ്ങി. അതാ സമൂഹത്തിന് പറ്റിയത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിൽ ഈ ബഹളം ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആലങ്കോട് ഏകദേശം 10-15 വർഷങ്ങൾക്ക് പിറകിൽ ഈ സ്ഥലത്ത് ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോ ഇവിടെ കസേരക്കളിയും ഭയങ്കര യുദ്ധമൊക്കെ നടന്ന മണ്ണാത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തിനാണ് ഈ സമരമൊക്കെ ഇവിടെ നടത്തിയത്? എന്തിനാ കല്ലെറിയാമെന്നേ? എന്തിനാ ബഹളുണ്ടാക്കാമെന്നേ? മഹാന്മാരോട് തേടാൻ പറ്റൂല, അള്ളാനോടെ തേടാവൂന്ന് ഇവിടെ പറഞ്ഞു എന്നുള്ളതാണ് കാരണം. ശരി, ഈ ഗുസ്തി നടത്തിയവരോട്
ബഹളുണ്ടാക്കിയവരോട്, അതിനുവേണ്ടി ഗണ്ണനം നടത്തുന്നവരോട്, അതിനുവേണ്ടി സംവാദം നടത്തുന്നവരോട്, ഇത്രയൊക്കെ പണം ചെലവഴിച്ചും ആരോഗ്യം ചെലവഴിച്ചും ബദരീങ്ങളെ കാക്കണേം തേടാനൊക്കെ ഗുസ്തി പിടിക്കണവരോട്, ഉസ്താദുമാരോട് പോയി ചോദിച്ചു നോക്ക്, ഉസ്താദെ ഇങ്ങനൊക്കെ ഞങ്ങൾ സമരം ചെയ്തിട്ട് ഇതിനെ സ്ഥാപിച്ചെടുക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? അതൊരു പ്രധാന വിഷയമാണല്ലോ. അധ്വാനിച്ച കൂലി കിട്ടണമല്ലോ. ഇതിന് ഞങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? അഹ്കാമുൽ ഖംസയില് ഇസ്ലാമിന്റെ 5 വിധികളിൽ മഹാന്മാരോട് തേടുന്നതിന്റെ വിധി എന്താണ്? ഫർളാണോ, നിർബന്ധാണോ? ഉസ്താദുമാര് പറയും നിർബന്ധം അല്ല. എന്നാ രണ്ടാമത്തെ കാര്യം ചോദിക്കുക, സുന്നത്താണോ, കൂലിയുള്ള കാര്യമാണോ? ഉസ്താദുമാര് പറയും സുന്നത്തുമല്ല. പിന്നെ എന്തിനാ നമ്മൾ ബഹളുണ്ടാക്കി? അതിന്റെ വിധി എന്താണ്? അത് ഹലാൽ. ഹലാൽ എന്നാ ചെയ്താ കൂലിയോ ഉപേക്ഷിച്ചാൽ ശിക്ഷയോ ഇല്ലാത്തത്. ഏതുപോലെ ഇപ്പൊ മാമ്പഴത്തിന്റെ സീസൺ ആണല്ലോ. ഒരാൾ മാങ്ങ നിന്നപ്പോ അറിയാതെ 2 പുഴുവിനെ തിന്നുപോയി. പുഴുവിന്റെ തിന്നണേന്റെ ഹുക്കും എന്താ? ഹലാൽ. മാങ്ങ തിന്നുമ്പോ അറിയാതെ 2 പുഴുവിനെ തിന്നണേന്റെ ഹുക്കുമ് ഹലാൽ. അതുപോലത്തെ കാര്യമാണ് മഹാന്മാരെ സഹായം ചോദിക്കല്. അതിനാണ് നമ്മൾ ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ അപ്പോ ഒരു സാധാരണ മൊയ്ലിവരെ ഷെയ്ഖുനാനോട് ചോദിച്ചു, അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയോട് ചോദിച്ചു, എങ്കിൽ പിന്നെ ഹലാലായ ഒരു പണിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ മെനക്കെടണോ? അപ്പൊ അദ്ദേഹം പറയാണ്, മഹാന്മാരോട് തേടാന്ന് പറഞ്ഞാൽ ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്ന പോലെയാണ്. അല്ലാഹുടെ തേടുക എന്ന് പറഞ്ഞാൽ അതൊരു ലോക്കൽ KSRTCയിൽ പോകണ പോലെ. നിങ്ങൾ ഇവിടുന്ന് ആലങ്കോട്ടും തിരുവനന്തപുരത്തേക്ക് പോകാനേ, അല്ലെങ്കിൽ കൊല്ലത്തേക്ക് പോകാൻ വേണ്ടി, അല്ലെങ്കിൽ വർക്കല ശിവഗിരിക്ക് പോകാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ആലങ്കോട് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ലോക്കൽ KSRTC വന്നു. നട്ടുച്ച നേരെന്ന് കരുതിക്കോ, സുഹൃത്തിന്റെ A ക്ലാസ് ബെൻസ് വന്നു. നമ്മളെവിടെ കയറും? സാധാരണക്കാര് KSRTC പറഞ്ഞ അല്ലാഹനെ വിട്ടു. A ക്ലാസ് ബെൻസ് എന്ന് പറഞ്ഞ ഔലിയാക്കളെ പിടിച്ചു. ജനങ്ങളെ വഴിതെറ്റിച്ച് കൊണ്ടുപോയത് അവിടെയാണ്. ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് ഏത് അപകടങ്ങളിലും അള്ളാനെ റീപ്ലേസ് ചെയ്യാമെന്ന വാദം അറിയാതെ വീടിന്റെ ഉള്ളിലും അകത്തളത്തിലും എത്തി. ഒരാള് കാല് വഴുതി വീഴുമ്പോ അള്ളാ എന്നാണോ വിളിക്കുക? ആണോ? എന്റെ ബദരീങ്ങളെ, മൊയ്തീശഹെ, ഭീമ ഉമ്മിച്ച എന്ന് പറഞ്ഞിട്ടാണ് വീഴുമ്പോ വിളിക്കുക. അള്ളാ എന്ന നാവില് വരണില്ല. ഉമ്മ കുട്ടീനെ തൊട്ടിലാട്ടി കൊടുക്കാൻ ഹസ്ബീ റബ്ബീ ജല്ലല്ലാഹ് ما في قلبي غير الله نور محمد صلى الله لا إله إلا الله لا إله إلا الله حسبي ربي صلى الله എനിക്ക് അല്ലാഹ് മതിട്ടോ. മാഫി കൽബി ഓയുള്ള എന്റെ മനസ്സിൽ അല്ലാണ്ട് ആരുമില്ല. എന്നൊക്കെ പറഞ്ഞ് തൊട്ടിലിങ്ങനെ ആട്ടിക്കൊടുക്കണതിന്റെ ഇടയില് കുട്ടിയുടെ തലയെങ്ങാനും തൊട്ടിന്ന് പുറത്തേക്ക് വന്നാൽ അതുവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഉമ്മ ഉടനെ വിളിക്കിന്റെ ബദരീങ്ങളെയും ആപത്ത് വന്ന അല്ലാഹനെ വിളിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടു പോയി. ഇത് ഈ ഒരു പ്രക്രിയ എങ്ങനെ കടന്നു വന്ന് അറിയാതെ വീടിന്റെ അകത്തലങ്ങളിൽ വരെ ഈ അനാചാരങ്ങളെ കൊണ്ട് കടന്നു വന്നു. അപ്പൊ മഹാന്മാരെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് അള്ളാഹിനോട് തേടാന്ന് പറഞ്ഞപ്പോ, അതുപോലെ തന്നെ ഔലിയാക്കളുടെ വിഷയത്തില് ശരീഅത്ത് പാലിക്കാത്തവരാണ് ഔലിയാക്കൾ പറഞ്ഞപ്പോ നമ്മൾ അതിനെ എതിർത്തു. നമ്മൾ പറഞ്ഞ ഔലിയാക്കളുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ദുഃഖിക്കാനില്ല, ഭയപ്പെടാനില്ല. ആരാണ് റബ്ബിന്റെ ഔലിയാക്കൾ എന്നറിയോ? വല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ ഈമാനുള്ളവരാണ്, തഖ്വയോടുകൂടെ ജീവിക്കുന്നവരാ. തഫ്സീറുൽ ഖുർആനുൽ അദീമില് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, മൻ കാന ലില്ലാഹി തഖിയ്യാ കാന ലില്ലാഹി വലിയാ. ആരല്ലാഹ്ക്ക് തഖ്വയോടുകൂടെ ജീവിച്ചോ അവൻ അല്ലാഹുവിന്റെ വലിയായി തീർന്നിട്ടുണ്ടെന്നാണ്. തഖ്വയുള്ളവരാണ് ഔലിയാക്കളെന്നാ. നിസ്കരിക്കാത്തവൻ വലിയ എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു അത് ശരിയല്ല. നോമ്പെടുക്കാത്തവൻ വലിയ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ശരീഅത്ത് അംഗീകരിക്കുന്ന ഒരു ഔലിയാക്കള്. ഇപ്പൊ നിങ്ങൾ കേട്ടൊരു വാദാണ്,
ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. അതും ഷിയാക്കളുടെ വാദൻ. അതിങ്ങനെ പതിയെ പതിയെ അറബിയിൽ പറഞ്ഞു തന്നു. അങ്ങനെ കുത്തുബുൽ അഖ്താബ്. അപ്പൊ നമ്മളൊക്കെ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആരും എതിർക്കാനൊന്നും പോയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ ഡോസ് കൂട്ടി മലയാളത്തില് ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അങ്ങനൊക്കെ പറയാൻ പറ്റുമോ എന്ന് ചിലരൊക്കെ ചോദിക്കാൻ തുടങ്ങി. ലോകം നിയന്ത്രിക്കുന്നത് ആരാ? അള്ളയാണ്. അതിന്റെ വിശാലമായ ചർച്ചയ്ക്ക് പോകാനുള്ള സമയമൊന്നുമില്ല. പക്ഷെ സാധാരണക്കാരന് വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ അറബ് നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് കഫീലിന്റെ അടുത്ത് പോയി പറയാം, കഫീലെ, ലോകമൊക്കെ നിയന്ത്രിക്കുന്നത് ആരാന്നറിയോ? ഞങ്ങളുടെ നാട്ടിലെ കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മടവൂർ എന്ന് പറഞ്ഞ മണ്ണിൽ മറവ് ചെയ്യപ്പെട്ട ചിറ്റടിമയത്തിൽ അബൂബക്കർ മുസ്ലിയാർ എന്ന CM മടവൂരാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ കഫീൽ ചോദിക്കും, ഇന്ത് മജുറുനിയ തക്കാഫി, എനിക്ക് ഭ്രാന്തുണ്ടോ? അത്ര കാറ്റേ ഉള്ളൂ പ്രിയമുള്ളവർ അതിന്, അല്ലേ? നിങ്ങൾ കേട്ടക്കണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു. നമ്മൾ കേട്ടിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു എന്ന് കേട്ടിട്ടില്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു എന്ന് കേട്ടിട്ടില്ല. പക്ഷെ കേട്ടിട്ടുണ്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു. ആരാണ് പറഞ്ഞതെന്നറിയോ? ഷിയാക്കളാ. മുദബ്ബിറുൽ ആലം സാരി, രണ്ടാമത് ലോകം നിയന്ത്രിക്കുന്നത് അലിയാ എന്ന വാദമുന്നയിച്ച ഷിയാക്കളാണ്. അപ്പോ ഈ CM മടവൂരിന് എല്ലാട്ടും നമ്മൾ പറയണേ അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്. അദ്ദേഹത്തെല്ലാം നമ്മൾ പറയണേ. അദ്ദേഹത്തിന്റെ പേരിൽ ആളുകൾ പറഞ്ഞുണ്ടാക്കണേ. ഇപ്പൊ CM മടവൂരിന് പോലും അറിയില്ല ഞാൻ ലോകം നിയന്ത്രിക്കുന്ന ആളാണ്, ഞാൻ മലർന്നു കിടന്നിട്ടാണ് ഫ്ലൈറ്റൊക്കെ അങ്ങനെ സ്റ്റഡിയായിട്ട് ഓടിക്കൊണ്ടിരിക്കണമെന്ന് CM മടവൂരിന് പോലും അറിയില്ല. ഒക്കെ അദ്ദേഹത്തിന്റെ പേരിൽ ആളുകൾ പറഞ്ഞുണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞ CM മടവൂരിന്റെ കറാമത്ത് ഇവർ പറഞ്ഞപ്പോ ഔലിയാക്കളെ നിന്ദിക്കാൻ പറഞ്ഞതാണ്. ക്യാപിറ്റൽ ബുക്ക് ഓഫ് ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് വലിയ ഇന്റർനാഷണൽ പുസ്തകമാണ്. അല്ലാട്ടോ, നമ്മുടെ കോഴിക്കോട് കാരന്തൂർ മർക്കസ് എന്നിറങ്ങുന്ന പുസ്തകമാണ്. അതിലെ മടവൂര് CM വലിയുല്ലാഹി എന്ന പുസ്തകത്തിലെ പേജ് നമ്പർ 67, 68, 69, 88, 92, 93 പേജുകളിൽ CM മടവൂരിന്റെ കറാമത്ത് പറയുന്നു. ഒന്ന്, CM മടവൂര് നിസ്കരിക്കാറില്ല. രണ്ടാമത്തെ കറാമത്ത്, CM മടവൂരിന്റെ ഉസ്താദ് പുലിമൊയ്തീൻ 3 വർഷത്തിനിടയിൽ ഒരു മഗ്‌രിബ് മാത്രമാണ് നിസ്കരിച്ചത്. അടുത്ത കറാമത്ത്, CM മടവൂര് നോമ്പെടുക്കാറില്ല. അടുത്ത കറാമത്ത്, അദ്ദേഹത്തിന്റെ മുമ്പിൽ ആരെങ്കിലും നോമ്പുകാരായി വന്നാൽ നിർബന്ധിച്ചുകൊണ്ട് നോമ്പ് തുറപ്പിക്കുമായിരുന്നു, നോമ്പ് മുറിപ്പിക്കുമായിരുന്നു. അടുത്ത കറാമത്ത്, അദ്ദേഹം തുരുതുര സിഗരറ്റ് വലിച്ചിരുന്ന മഹാനവറുകളാൻ. അടുത്ത കറാമത്ത്, അദ്ദേഹം അകാരണമായി തന്റെ ഭാര്യയെ ഒഴിവാക്കിയ വ്യക്തിത്വമാണ്. അടുത്ത കറാമത്ത്, അദ്ദേഹം തന്റെ ഉമ്മാനോട് ഒരു കാരണവുമില്ലാതെ മിണ്ടാറില്ല, ഉമ്മാനോട് പിണക്കത്തിലൂടെ ജീവിച്ച മഹാനവറുകളാൻ. അടുത്ത കറാമത്ത്, അദ്ദേഹം സ്വർണ്ണ ചെയ്യൻ ധരിച്ചിരുന്നു. അടുത്ത കറാമത്ത്, അദ്ദേഹം പട്ടുവസ്ത്രം ധരിച്ചിരുന്നു. മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറില് അള്ളാഹു പുരുഷന്മാർക്ക് ഹറാം എന്ന് പറഞ്ഞതാണ് സ്വർണ്ണ ചെയ്യനും പട്ടും. അടുത്ത കറാമത്ത് എന്താണെന്നറിയോ? അദ്ദേഹം മൂത്രിച്ചാൽ ശുദ്ധീകരിക്കാറില്ല. അടുത്ത കറാമത്ത്, ശിഷ്യന്മാർ അദ്ദേഹത്തിന് വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്തതാണെന്ന് കരുതി കല്ല് കൊണ്ടുപോയി കൊടുത്തപ്പോ ദേഷ്യത്തോടുകൂടെ മഹാനവർകൾ വലിച്ചെറിഞ്ഞു. അടുത്ത കറാമത്ത്, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ പണം കൊടുക്കാറില്ല. ഹോട്ടലുടമ ദേഷ്യത്തോടുകൂടെ അദ്ദേഹത്തിന്റെ വസ്ത്രമൊക്കെ അഴിച്ചു വാങ്ങിയപ്പോ അടിവസ്ത്രം മാത്രം ധരിച്ച് മഹാനവറുകൾ നടന്നു നീങ്ങി. പ്രിയമുള്ളവരെ, ഇത് അള്ളാന്റെ ഖുർആൻ 10-ാം അധ്യായത്തിലെ 60-61 ആയത്തിൽ അള്ള പറഞ്ഞെന്താണ്? ആര് റബ്ബിന്റെ തഖ്വയോടുകൂടെ ജീവിച്ചോ അവർ അള്ളാന്റെ വലിയായി എന്നാണ്. എന്നിട്ട് ഇവര് പറയാ നിസ്കരിക്കാത്തതിന്റെ കാരണം എന്താണ്? അത് സൂഫിയാക്കൾ പറഞ്ഞു കൊടുത്തു. വലിയ നിസ്കരിക്കണില്ല, എന്നാൽ ഈ വിഡ്ഢികളായ ആളുകൾ അറിയണില്ലേ വലിയ മക്കയിലാണ് നിസ്കരിച്ചത് എന്നാണ്. എന്നിട്ട് കയ്യിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ ഹറമിലെ ഇമാമായിട്ട് വലിയ ഇങ്ങനെ നിസ്കരിക്കാൻ. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? പഴയ കാലത്ത് ഈ പരിപ്പ് വേവായിരുന്നു. കാരണം ആൾക്കാർ കപ്പലിലൊക്കെ പോയിട്ട് അറിയുള്ളൂ ഹറമിൽ ഇമാമുണ്ടോ. ഇന്ന് ഇഷാക്ക് ഹറമിൽ ആരെ ഇമാമെന്ന് ഇപ്പൊ നമുക്ക് നോക്കി അറിയാൻ പറ്റും, അല്ലേ? ഞാൻ ഹറമിൽ ഇത്രയും സ്കെഡ്യൂൾ ചെയ്യപ്പെട്ട ഇമാമിയങ്ങൾ ഉണ്ടായിട്ട് ഇവരൊക്കെ ഇമാമക്കുമ്പോ ആ ഇമാമിയങ്ങളൊക്കെ എവിടെയിരുന്നു? ഇനി മാത്രമല്ല, ഇത് പറയുന്ന ആളെ രാവിലെ തെങ്ങിന്റെ മേലെ വരിഞ്ഞു മുറുക്കി കെട്ടിട
ഉച്ചയാകുമ്പോ പറയും വിശക്കണോന്ന്. അപ്പൊ പറയാം മക്കത്തെ വലിയ ഭക്ഷണം കഴിച്ചോട്ടെ, മുക്കത്തെ വലിയ ഇവിടെ കിടന്നാ മതി. നടക്കോ? ഇല്ല. ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു ശരീരം, നിസ്കരിക്കാൻ മാത്രം 40 ശരീരം. ഇത് മൊയ്ലന്മാര് പാതിരാവാതില് ആൾക്കാരെ പറ്റിച്ചിരുന്ന എങ്ങനെയെന്നറിയോ? അറബിയിൽ പറഞ്ഞിട്ട് ഹദീസ് എന്ന രൂപേണ തെറ്റിദ്ധരിപ്പിച്ച് സാധാരണക്കാരന് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിട്ട് ആൾക്കാരെ വിചാരിക്കുന്നത് ഹദീസാണ്. ആ പറഞ്ഞ രൂപം പറഞ്ഞ പഴയ ആൾക്കാർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. അലാ ഇന്ന ഔലിയാ അല്ലാഹി അർബഈന ജിസ്മാ യഅലമു യാ ഉമ്മത മുഹമ്മദ്. അപ്പൊ ആൾക്കാരൊന്നിറങ്ങും സല്ലല്ലാഹു അലൈഹി വസല്ലം. ആൾക്കാരെ വിചാരം എന്താ അറിയാം? ഇത് മുത്തനബി പറഞ്ഞതിന് എന്താ അർത്ഥം പറയാ? അറിയണേ, അല്ലാഹുവിന്റെ ഔലിയാക്കള് 40 ശരീരമാ. യഅലമു യാ ഉമ്മത മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആൾക്കാര് വിചാരിക്കുന്ന നബി പറഞ്ഞാൻ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? മുഹമ്മദിന്റെ കൗമയെ അറിഞ്ഞോളിയും. മൊയ്ലിയന്മാർക്ക് എന്നെ പേടിയുണ്ട് റസൂല് പറഞ്ഞു എന്ന് പറയാൻ. അതുകൊണ്ട് മുഹമ്മദിന്റെ കൗമയെ അറിഞ്ഞു. ഇങ്ങനെ പണ്ട് മൊയ്ലിയന്മാര് പറഞ്ഞിരുന്നേ. ഇത് 40 ശരീരം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അത് മാത്രമല്ല, ഈ ഔലിയാക്കളെ നിങ്ങൾ ആലോചിച്ചൊക്കെ ഇവരെ നിസ്കരിക്കില്ല, ശരീഅത്തില്ല. എന്നിട്ട് ഇതിനെ പോലും ചിലർ അംഗീകരിക്കും, ചിലർ അംഗീകരിക്കില്ല. അതാണ് ഇന്ന് പോലും ഇപ്പൊ EK വിഭാഗം, AP വിഭാഗം വലിയ മഹാനവറുകളായി കാണുന്ന പണ്ഡിതനാണ്, വലിയാണ് കോട്ടിക്കുളം ഖാദിരി. പക്ഷെ EK ശംസുൽ ഉലമ മൂപ്പര് അംഗീകരിക്കണില്ല. അദ്ദേഹം എഴുതി എന്താണ്? ഖദ് ജാഅ ഫീനാ ഖാദിരി മിസ്ലൽ ഹിമാരിൽ ഹാദിരി ഓഹോ ഇതെന്തൊരു മാതിരി. ഒരു ഖദജാഫീന ഖാദിരി, ഒരു ഖാദിരി വന്നിട്ടുണ്ട്, ആൾക്കാരെ പിഴപ്പിക്കുന്ന ഒരു കഴുതയാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് സാക്ഷാൽ EK ശംസുൽ ഉലമ. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഈ അവസ്ഥകൾ സമൂഹത്തിലൂടെ കൊണ്ടുവന്നു. ഇനി പ്രിയമുള്ളവരെ, ഈ സൂഫി ചിന്താഗതികളിലൂടെ കടന്നു വന്ന് ഇവർ അള്ളയാണ്, ഇവർ റബ്ബാണെന്ന് പറഞ്ഞു. ആണ് സൂഫികളുടെ വിശ്വാസം. ഒരു വലിയ റൊട്ടി കഴിക്കുമ്പോ പറയാ റബ്ബ് റബ്ബിനെ തിന്നുന്നു എന്ന് പറഞ്ഞാല് റൊട്ടി റബ്ബാണ്, തിന്നുന്ന ആള് റബ്ബാണ്. മാഫിൽ ജുബ്ബത്തിയില്ലല്ല, ജുബ്ബയുടെ ഉള്ളിൽ റബ്ബല്ലാണ്ട് ആരുമില്ല. ഈ വാദം കൊണ്ടുവന്നിട്ട് നമ്മളെന്താ പറയാ? ഇതൊന്നും ഞങ്ങളിലില്ല എന്നാ പറയാ. ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ പള്ളിയിലെ മൗലിദ് കിതാബില്ലേ, കടുവ പള്ളിയിലും അപ്പുറത്തെ പള്ളിയിലും ഇപ്പുറത്തെ പള്ളിയിലും ഒക്കെ നിങ്ങൾ ഓതണ മൗലിദ് കിതാബില് അന്തല്ലദീ അല്ലംതനാ ലാ ഐന ഇല്ലല്ലാഹ് അന്തല്ലദീ അല്ലംതനാ ലാ ബത്നാ ഇല്ലല്ലാഹ്. 3 പേജോലുണ്ട്. ലാ അൻഫാ ഇല്ലല്ലാഹ് ലാ ഉദ്നാ ഇല്ലല്ലാഹ് ലാ സിന്നാ ഇല്ലല്ലാഹ്. അറബിയൊക്കെ രസമുണ്ട് അല്ലേ? എന്താ അർത്ഥം എന്നറിയോ? ലാ കണ്ണയില്ലല്ലാ, ലാ മൂക്കയില്ലല്ലാ, ലാ നാക്കയില്ലല്ലാ, ലാ പള്ളയില്ലല്ലാ, ലാ കാലയില്ലല്ലാ, ലാ ചെവിയില്ലല്ലാ. അങ്ങനെ പറഞ്ഞ് ചെല്ലിയിരിക്കാൻ നമ്മൾ വിചാരിക്കും നല്ല ഈണത്തിലുള്ള ദിക്കറാൻ. മഗ്‌രിബ് കഴിഞ്ഞ് ഉസ്താദ് മൈക്ക് ഓണാക്കി നമ്മൾ ഇരുന്ന് ആടി അന്തല്ലദീ അല്ലംതനാ ലാ ഐന ഇല്ലല്ലാഹ്. അതിന്റെ ഓളം വന്ന് അവസാനം പറഞ്ഞു, മടവൂര് പറഞ്ഞു അനല്ലാഹ്, ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞ അവസ്ഥയ്ക്ക് വരെ ഇതിനെ കൊണ്ടുവന്നു. ഇനി ഒന്നുകൂടെ നോക്കിക്കോ, ഈ ഞാൻ അല്ലാഹ് എന്ന് പറഞ്ഞേനെ ഈ ത്വരീഖത്തിന്റെ വാദങ്ങളിലൂടെ, സൂഫിസം ത്വരീഖത്തിന്റെ വാദത്തിലൂടെ സ്ഥാപിച്ചെടുത്തു. ലോകത്ത് ഞാൻ അല്ല എന്ന് പറഞ്ഞ 2 ആൾക്കാരേ ഉള്ളൂ. ഈ 2 ആൾക്കാരനെ അംഗീകരിച്ചൊരു വിഭാഗം എന്നറിയോ? സമസ്ത. ഒന്ന് ഹല്ലാജുൽ മൻസൂറാൻ. മുഹ്യിദ്ദീൻ മാലിക് കാണാം, ഹല്ലാജെ കൊല്ലുന്ന ആളെന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോൾ അവര് കൈ പീഡിപ്പ ഞാനെന്നോ വേറെ. ഹല്ലാജ് അയാൾ കണ്ണു കാണാത്ത ഒരാളെ പറഞ്ഞു വിടും ഒരു നാട്ടിക്ക്. എന്നിട്ട് പറയാണ്, നീ പറയണ ഇന്ന സ്ഥലത്തൊരു മഹാനായ വലിയ വരും, അയാൾ എന്നെ ചികിത്സിച്ചാലല്ല അതെന്റെ രോഗം മാറില്ല എന്ന് പറയണം. അതുവരെ അന്ധനായിട്ട് അഭിനയിക്കണം. ആൾക്കാർ ഈ പാപത്തിന് ഇങ്ങനെ കൊണ്ടുവന്നു. അവസാനം ഇയാൾ പറഞ്ഞ നാട്ടിൽ ഹല്ലാജുൽ മൻസൂർ വന്നു. അയാളും തടവിക്കൊടുത്തു, കണ്ണിന് രോഗം മാറിയപ്പോ പിന്നെ ഹല്ലാജുൽ മൻസൂർ വലിയ ദൈവമായി. അവസാനം ഹല്ലാജുൽ മൻസൂർ പറഞ്ഞു, ഞാൻ അള്ളയാണ്. നാട്ടുകാർ അവസാനം തല്ലിയ കൊന്നു. തല്ലിക്കൊന്നപ്പോ മൊയ്‌ദിമാരെ ന്യായീകരിച്ചോ, കൊല്ലാൻ പാടില്ലായിരുന്നു എന്നാണ്. അതാണ് ഹല്ലാജെ കൊല്ലുന്ന ആളെന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോൾ അവർ കൈപ്പിടിപ്പ ഞാനെന്നവർ. 2ാമത്തെ ആളാരെന്നറിയോ ഞാൻ അള്ളയാണെന്ന് പറഞ്ഞത്? അത് സാക്ഷാൽ ഫിർഔനാണ്.
സാക്ഷാൽ ഫിർഔനാണ്. നോക്കണേ, അദ്ദേഹം പറഞ്ഞത് ഞാൻ അല്ലയാണ്, ഇന്നിയന റബ്ബുകുമുൽ അഅ്ലാ. അല്ലാഹുവിന്റെ ഖുർആനാണ്. ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവെന്ന് മാത്രമല്ല, ഞാനാണ് മിസ്രിന്റെ അധിപതി എന്ന് മാത്രമല്ല, ഈ മിസ്രിലൂടെ ഒഴുകുന്ന നൈല് പോലും എന്റെ ചൂണ്ടുവരലിന്റെ ജൽപ്പനങ്ങൾക്കനുസരിച്ച് മാത്രമേ ഒഴുകൂ എന്ന് അഹങ്കാരത്തിന്റെ വിപ്ലവമോദിയ ഫിർഔൻ. ആ ഫിർഔനെ പറ്റി നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? നരകത്തിന്റെ ആളാ, ഖബറിന്റെ ശിക്ഷകൾക്ക് പോലും അല്ലാഹു ഖുർആനിലൂടെ ഉദാഹരണം പറഞ്ഞത് ഫിർഔനാണ്. നിസ്കരിക്കാത്ത മനുഷ്യര് ഫിർഔനിന്റെ കൂടെ നരകത്തിലാണ്. പക്ഷേ സമസ്തയുടെ ത്വരീഖത്ത് പറയുന്നത് കാമിലായ മുഅ്മിനാണ് ഫിർഔൻ, പരിപൂർണമായ മുഅ്മിനാണ് ഫിർഔൻ. എവിടെയാ പറഞ്ഞത് എന്നറിയോ? അക്ബരിയ ത്വരീഖത്തിലാണ്, ഫുസൂസുൽ ഹിക്കം എന്ന് പറയുന്ന കിതാബിലാണ്. അവിടെ പറയുന്നുണ്ട് ഫിർഔന് മുഅ്മിനായിരുന്നു. മൂസാ നബി ശത്രുവായതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാത്തത് കാരണത്താലാ അല്ലാഹു ഫിർഔനിനെ കടലിലൂടെ മുക്കിയിട്ട് മരിപ്പിച്ചത് എന്ന്. ഫഖറജ ത്വാഹിറൻ മുതഖറ, പരിശുദ്ധി നൽകപ്പെട്ടവനായി പരിശുദ്ധവാനായി ഫിർഔൻ റബ്ബിലേക്ക് മടങ്ങിയെന്ന് ഫുസൂസുൽ ഹിക്കം എന്ന് പറയുന്ന കിതാബിൽ നിങ്ങൾ എഴുതി വെച്ചപ്പോ, പ്രിയമുള്ളവരെ, ത്വരീഖത്തിന്റെ അപകടങ്ങളൊന്നും രണ്ടുമില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സാധാരണക്കാര് അറിയാതെ വീട്ടിലൂടെ പാടുന്ന മുഹിയദ്ദീൻ മാല, മറുപുറത്ത് പാടുന്ന റിഫായി മാല, ഒന്ന് ഖാദിരിയ ത്വരീഖത്തുകാരൻ്റെതാണ്, ഒന്ന് റിഫായിയ ത്വരീഖത്തുകാരൻ്റെതാണ്. പക്ഷേ നമ്മൾ രണ്ടും ഇരുന്ന് വീട്ടിലൂടെ പാടുന്ന സമസ്തയുടെ, സംസ്ഥാനയുടെ, ദക്ഷിണയുടെ മക്കളോടാ. വീട്ടിൽ പോയിട്ടൊന്ന് പരിശോധിക്കാൻ 102 മുതൽ 109 വരെയുള്ള വരികളിൽ മുഹിയദ്ദീൻ മാല പറയാണ്, കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാമാന നിങ്ങളുടെ കൽബകമെന്നോവർ. എല്ലാ അദൃശ്യവും മുഹിയദ്ദീൻ ശൈഖ് അറിയുമെന്ന് പറഞ്ഞപ്പോ റിഫായി മാല മറുപടി പറയാണ്, ഹോജ മുഹിയദ്ദീനോ ചാമം കാളിക്കുമ്പോ കണ്ണിന്റെ പുരികത്തി മേലെ ഓളിച്ചോവറാ. മുഹിയദ്ദീന്റെ കണ്ണിന്റെ മേലെ ഞാൻ കയറിയിരുന്നപ്പോ എന്നെ പോലും കാണാൻ പറ്റിയിട്ടില്ല. മുഹിയദ്ദീൻ മാല പറഞ്ഞു അദൃശ്യം അറിയുമെന്നോ. റിഫായി മാല പറഞ്ഞു ആളുടെ കണ്ണിന്റെ മേലെ ഞാൻ കയറിയിരുന്നിട്ടോ എന്നെ കാണാൻ കഴിഞ്ഞില്ല. രണ്ട് ത്വരീഖത്തുകളുടെ യുദ്ധമാ. മുഹിയദ്ദീൻ മാല പറഞ്ഞു, ബാവാ മോദൂഗിന്നു കുത്തുബായി വന്നോവർ. ഞാൻ വാപ്പാടെ മുതുകത്താകുമ്പോ കുത്തുബാണ്. അപ്പൊ റിഫായി മാല പറയാണ്, ബാവാ മോദൂഗിൽ അമർന്നോരോ കാലത്ത് ഭാഷം കാമെന്ന് ഷൊന്നോവർ. ഞാൻ വാപ്പാടെ മുതുകത്താകുമ്പോ കുത്തുബിനെയും വെല്ലുന്ന ഔസാണ്. മുഹിയദ്ദീന് കുത്തുബല്ലേ ആയിട്ടുള്ളൂ. മുഹിയദ്ദീൻ മാല പറഞ്ഞു, 4 കിതാബയും മറ്റുള്ള സുഹഫയും നാഥന്നറിവാലേ ഓതി പഠിച്ചോവർ. ഞാൻ 4 കിതാബുകൾ ഓതി പഠിച്ചിട്ടുണ്ട്. അപ്പൊ റിഫായി മാല പറയാ, ഞാൻ മുഹിയദ്ദീൻ ഓതിയിട്ടല്ലേ പഠിച്ചത്. ഓതോ ഫുർഖാൻസ ബോറിഞ്ചിൽ തൗറാച്ചോ ഓതാദാറിഞ്ഞീ ഞാൻ എന്ന് പറഞ്ഞോവർ. മുഹിയദ്ദീൻ ഓതിയിട്ടാണ് പഠിച്ചതെങ്കിൽ റിഫായി ഓതാതെയാണ് പഠിച്ചത് എന്ന. പ്രിയമുള്ളവരെ, ഇങ്ങനെ രണ്ട് ത്വരീഖത്തുകൾ തമ്മിലുള്ള തർക്കമാണ്. മുഹിയദ്ദീൻ മാല പറഞ്ഞു നിന്ന് നിപ്പില് ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട്. റിഫായി മാല പറഞ്ഞു ഒറ്റക്കാലിൽ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട്. അതുപോലെ മുഹിയദ്ദീൻ മാല പറഞ്ഞു മുല കുടിക്കുന്ന പ്രായത്തെ റമദാനിൽ 30 ദിവസം നോമ്പെടുത്തിട്ടുണ്ട്. റിഫായി മാല പറഞ്ഞു 40 ദിവസം നോമ്പെടുത്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതാണ് നമ്മൾ ഇന്ന് മദ്ഹാണെന്ന് പറഞ്ഞ് വീട്ടിലൂടെ ചൊല്ലുന്നത് എങ്കിലോ ത്വരീഖത്തുകളുടെ അപകടങ്ങളാ. പ്രിയമുള്ള
പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ സുന്നത്തിലേക്ക് മടങ്ങാറോ. ഇവിടെ ക്യാപ്ഷൻ കൊടുത്തത് നിങ്ങൾ കണ്ടില്ലോ. നിർഭയത്വമുള്ളത് തൗഹീദിലൂടെയാണോ? എവിടെ പ്രവാചകന്റെ സുന്നത്ത് നമ്മളിലുണ്ടോ അതിൽ മാത്രമാണ് തൗഹീദിനെ കാണുന്നതെങ്കിലോ, പുത്തൻ ആചാരങ്ങളിൽ റബ്ബല്ലാത്തവരോട് തേടുന്നതാണ് കണ്ടതെങ്കിലോ, അല്ലദീന ആമനൂ, വിശ്വസിച്ചവരാണ്, വലം യൽബിസൂ ഈമാനഹും ബിദുൽമിൻ, അവരുടെ ഈമാനിലൂടെ ശിർക്ക് കലർത്താത്ത വിശ്വാസികളുണ്ടെങ്കിലോ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വമുള്ള ദീൻ. പ്രിയമുള്ളവരെ, കരകളഞ്ഞ തൗഹീദുള്ള ദീന് വേണോ? അല്ലാഹുവിന്റെ ഹബീബ് ഏത് രൂപത്തിലാണോ ഇസ്ലാമിനെ പൂർത്തീകരിച്ചത്, എങ്ങനെയാണോ ആചാര അനുഷ്ഠാനങ്ങളെ പഠിപ്പിച്ചത്, അതുപോലെ ആചാരങ്ങളെ കാണാൻ, അനുഷ്ഠാനങ്ങളെ കാണാം. അല്ലാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിച്ചോ, അല്ലാഹ് ആദരിച്ചവരെ ആദരിച്ചോ. പക്ഷെ ആരാധന കൊടുക്കേണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാ. വാശിയല്ല, വൈരാഗ്യമില്ല. ആലങ്കോടിന്റെ മണ്ണില് വീണ്ടും വീണ്ടും ജനങ്ങളോട് തൗഹീദ് പറയാ, അള്ളാന്റെ ദീന് പറയാൻ എഴുന്നേറ്റ് നിന്നത് ആരെങ്കിലും തോൽപ്പിക്കാനില്ല, എവിടെയും രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കാനില്ല, എവിടെയും സ്ഥാനാർത്ഥികളെ നിർത്താനില്ല. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനമാണ് അള്ളാന്റെ ഹബീബ് ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. നാളെ വിട പറഞ്ഞു ലോകത്തോടെ യാത്ര പറയുമ്പോ പത്തരമാറ്റ ഈമാനിന്റെ റൂഹായി വിട പറയാ. പ്രിയമുള്ളവരെ, ആരാരുമില്ലാതെ ഒറ്റപ്പെടുന്നുണ്ടേ മരണത്തിന്റെ ഘട്ടങ്ങളിലോട്. നമുക്ക് വേണ്ടി വാദിച്ചവരില്ല, നമുക്ക് വേണ്ടി ഓശാന പാടിയവരില്ല, നമുക്ക് വേണ്ടി കൂടെ കൂടിയവരില്ല. പ്രിയപ്പെട്ടവരുടെ മടിത്തട്ടിലൂടെ കിടക്കുമ്പോ പൊന്നുമക്കളാണ് ചുണ്ടിലേക്ക് വെള്ളം തൊട്ട് തരുന്നത് എങ്കിലോ, കണ്ണെത്താ ദൂരങ്ങളിലൂടെ വ്യാപിച്ചു കിടക്കുന്ന അല്ലാഹുവിന്റെ മലായിക്കത്തുകളെ കാണുന്ന രംഗമില്ലയോ? ഏതോ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് കണ്ണു നട്ട് കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് പോലും സ്വന്തം കരങ്ങളെ കൊണ്ട് തുടക്കാൻ കഴിയാതെ നിസ്സഹായനായി കാത്തുകെട്ടിക്കിടക്കുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, കല്ലാ ഇദാ ബലഅത് തറാഖിയ വഖീല മൻ റാഖ്. വേണ്ടാട്ടോ, റൂഹ് വന്നിട്ടുണ്ട് കുടിയിലൂടെ കുരുങ്ങുമ്പോ ഈ ലോകത്തോട് വിട പറയുന്ന രംഗമാ, എല്ലാം അവസാനിക്കുന്ന രംഗമാ, ദുനിയാവിനോട് യാത്ര പറയുന്ന സന്ദർഭമാണ്. മാത്രമല്ല, അവനിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, വഖീല മൻ റാഖ്, ഇനി വൈദ്യം നടത്താൻ ആരെങ്കിലുമുണ്ടോ? ചികിത്സ നടത്താൻ ആരെങ്കിലുമുണ്ടോ? അറ്റകൈ പ്രയോഗിക്കാൻ ആരെങ്കിലുമുണ്ടോ? എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. വദന്ന അന്നഹുൽ ഫിറാഖ്, അവരുടെ വേർപാടിന്റെ സമയമാണെന്ന് വരെ മനസ്സിലാക്കുമ്പോ, ലോകത്തോട് വിട പറയുകയാണെന്ന സത്യം തിരിച്ചറിയുമ്പോ വേദന സഹിക്കാൻ വയ്യ. അവരുടെ കടങ്കാലിനോട് കൂട്ടിപ്പിരിക്കപ്പെടുകയാണ്. അസഹ്യമായ വേദനയാണെങ്കിൽ ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്നെ നയിക്കപ്പെടുന്നത് എന്നാ. പ്രിയമുള്ളവരെ, ആരുണ്ട് കൂടെ ഏറ്റെടുക്കാറ്? മയ്യത്തിറക്കുമ്പോഴും ഒറ്റക്കാട്. പ്രിയപ്പെട്ടവള് കരയുന്നുണ്ട്, എനിക്കിനി ആരാ? എന്റെ പെങ്ങളെ, നിനക്ക് നിന്റെ ബാപ്പയുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ടെങ്കിലോ ആ പോകുന്ന മനുഷ്യനീനി ആരാ? ആ പോകുന്ന മനുഷ്യനീനി ആരാ? നടന്നു നീങ്ങുന്ന ജനസഞ്ചയത്തിലോ അങ്ങേ തലക്കൽ ആടിയുലയുന്ന മയ്യത്ത് കെട്ടിലോ എന്റെ മയ്യത്താണെങ്കിലോ അല്ലാ, എന്റെ മയ്യത്താണെങ്കിലോ റബ്ബേ, മയ്യത്തിങ്ങനെ ഖബർസ്ഥാനിലേക്ക് നീങ്ങുന്ന സന്ദർഭങ്ങളിലോ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, സാലിഹായ മനുഷ്യൻ
മനുഷ്യനിങ്ങനെ പറയുന്നുണ്ട്, കത്തിമോനി എന്നെ വേഗത്തിലൂടെ കൊണ്ടുപോകണ്. പക്ഷെ നരകാവകാശി കരയുന്നുണ്ട്, യാ വൈലഹാ അയ്ന തദ്ഹബൂന ബിഹാ, ഇതിന്റെ നാശമേ, ഇതിന്റെ നാശമേ, എങ്ങോട്ടാ നിങ്ങളെ കൊണ്ടുപോകുന്നത്? വാപ്പാന്റെ മയ്യത്ത് ഷോൾഡറിലേറ്റിയ പൊന്നുമക്കളുണ്ടോ? വാപ്പാന്റെ നിലവിളി കേൾക്കാൻ സാധ്യമില്ല. കരയണ്ട വാപ്പാ, ഞാനില്ല കൂടെ എന്ന് സാന്ത്വനം നൽകാൻ സാധ്യമില്ല. കൊണ്ടുപോയി കബറിലൂടെ ഇറക്കി വെക്കുമ്പോ കബറ് വല്ലാതെ ഇടുക്കുമെങ്കിൽ, ഒരാളെ പോലും അതിൽ നിന്ന് രക്ഷപ്പെടുന്നില്ലെങ്കിൽ, വലാസബിയെന്നൊരു കുട്ടി പോലും അതിൽ നിന്ന് രക്ഷപ്പെടൂല. പൊന്നുമ്മാന്റെ മയ്യത്ത് ഇറക്കി വെക്കുമ്പോ അവിടുന്ന് കബറിനോട് പറയാൻ പറ്റോ? കബറ് എന്റെ പൊന്നുമ്മാന്റെ മയ്യത്താണ്, കബറ് ഇടുക്കല്ലേ കബറേ എന്ന് പറയാൻ സാധ്യമല്ല. എന്തിനേറെ ഇന്നലെ വരെ വീടിന്റെ മുറ്റത്തോടി നടന്ന് കളിച്ചിരുന്ന 3-4 വയസ്സായ മക്കളില്ലയോ? ആ കുഞ്ഞുമക്കളുടെ മയ്യത്തിറക്കി വെക്കുമ്പോ അടി കാണുമ്പോ വടി കാണുമ്പോ കരയുന്ന മോന, ഇടുക്കല്ലേ കബറേ എന്ന് പറയാൻ സാധ്യമല്ലെങ്കിലോ ഒറ്റപ്പെടുന്ന കബറിൽ നിന്ന് രക്ഷപ്പെടാനാ, ഒറ്റപ്പെടുന്ന കബറിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഒറ്റ വഴിയിൽ. അള്ളാന്റെ പ്രമാണങ്ങൾ ഏത് മാർഗം നമ്മളോട് പറഞ്ഞു, ആ ഖുർആനും ഹദീസും മുന്നിൽ വെച്ച് സ്വീകരിക്കാൻ. പ്രിയമുള്ളവരെ, ശിർക്ക് ജീവിതത്തിലൂടെ പണഞ്ഞു പോയോ? മരിക്കണ നേരത്ത് മലക്കുകൾ ചോദിക്കും, എവിടെ നീ വിളിക്ക്? അല്ലല്ലാത്തവരോട് ദുആ ചെയ്തവരെവിടെ? 7-ാം അധ്യായം സൂറത്ത് അഅറാഫ് 37-ാമത്തെ ആയത്താണ്. പ്രിയമുള്ളവരെ, ഖബറിൽ ഏറ്റവും മാരകമായ ശിക്ഷ കിട്ടുന്നത് ആർക്കാന്നറിയോ? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ശിർക്കിന്റെ കാലഘട്ടങ്ങളിൽ ലോകത്തോട് വിട പറഞ്ഞവരാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ലൗല അല്ലാ തദാഫനു ലദഅഉതുല്ലാഹ അയ്യുസ്മിഅകും മിൻ അദാബിൽ ഖബറില്ലദീ അസ്മഅ. നിങ്ങൾ പരസ്പരം മറമാടേണ്ട ആളുകളല്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ ഖബറിൽ നടക്കുന്ന അദാബ്, ശിർക്ക് ചെയ്തവരുടെ ഖബറിൽ നടക്കുന്ന അദാബ് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. അത് കേട്ട ഒരു സഹോദരന്റെ മയ്യത്ത് ഖബറിൽ വെക്കാൻ കഴിയില്ല. ഒരു കാലത്ത് മോചനമില്ലാതെ ശാശ്വതമായി നരകത്തിൽ കഴിയുന്നത് ആരെന്നറിയോ? 5-ാം അധ്യായം 72-ാമത്തെ ആയത്ത്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആര് ശിർക്ക് ചെയ്തോ ശാശ്വതരായി നരകത്തിലാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചാൽ പോലും അള്ളാഹ്ക്ക് കൊടുക്കണ നിസ്കാരം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ അത് ലോകമാന്യതയാണ്, ചെറിയ ശിർക്കാണ്. സിറാത്ത് പാലം പോലും കയറ്റാതെ അള്ളാഹ് നരകത്തിലേക്ക് എറിയെന്ന് പറയുമ്പോൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിആസ ചെയ്താൽ എത്ര വലിയ അപകടമാണ്. ഇനി പ്രിയമുള്ളവരെ, പുത്തൻ ആചാരം നമുക്ക് തോന്നിയത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് ചെയ്താൽ ഹൗദുൽ കൗസർ വാങ്ങാൻ ഭാഗ്യല്ലാതെ അള്ളാന്റെ ഹബീബ് ആട്ടിയോടിക്കും. സുഹക്കൻ സുഹക്ക, ദൂരെ പോ, എന്റെ മതത്തിൽ കലർപ്പുണ്ടാക്കിയവരെ ദൂരെ പോ എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കും. ബിദ്അത്തിന്റെ പര്യാവസാനം നരകമാണെന്ന് അള്ളാന്റെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരാചാരങ്ങളെ കൊണ്ട്, ഏതനുഷ്ഠാനങ്ങളെ കൊണ്ട് അള്ളാന്റെ ഹബീബ് 10ഓളം വരുന്ന സഹാബ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. അവരുടെ പാത അനുധാവനം ചെയ്ത് നമുക്കും പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, പരലോക വിജയം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. കത്തിയാടുന്ന നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങളെ ആരെയും നീ മാറ്റല്ല അല്ലാഹ്. അള്ളാഹുവെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാം അറിയുന്ന റബ്ബേ, ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.